ഗായ്സ്, എല്ലാവർക്കും ഒരു അടിപൊളി ഹാപ്പി ഓണം. ഇപ്പൊ ഈ വീഡിയോ കാണുമ്പം നിങ്ങളുടെയൊക്കെ ഓണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും എൻജോയ് ചെയ്യുന്ന ഒരു സമയത്തായിരിക്കും ഈ വീഡിയോ ഔട്ടാവുന്നത്. ബട്ട് ഹൗ വാസ് അവർ ഓണം അത് ഞാൻ പറയാം. ഈ കൊല്ലം ഒരിക്കലും ഞാൻ കാനഡയിൽ എൻജോയ് ചെയ്യാത്ത പോലെ പല പല പ്രോഗ്രാമിന് പോയി ഞാൻ അടിച്ച് പൊളിച്ചൊരു വർഷമാണ്. ബട്ട് എന്തൊക്കെ പരിപാടിക്ക് പോയെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ ഒരിച്ചിരി ചോറുണ്ടാക്കി അതൊരു ഇലയിലിട്ട് കഴിക്കണതിന്റെ സുഖം അതിപ്പോ എത്ര പരിപാടിക്ക് പോയാലും കിട്ടില്ല. സോ ആ സുഖത്തിന് വേണ്ടിയാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യാൻ പോണത്. അപ്പൊ നമ്മുടെ ഓണാഘോഷത്തിലേക്ക് വെൽക്കം. എല്ലാ സാധനങ്ങളും അരിഞ്ഞു കൂട്ടി ഞാനിവിടെ വെച്ചിട്ടുണ്ട്. അവിയൽ കഷ്ണം, ക്യാബേജ് തോരൻ, ഇഞ്ചിക്കറി, കുമ്പളങ്ങ കറി, പിന്നെന്താ, പിന്നെ നമ്മുടെ സാമ്പാറിനകത്ത്, ചോറതിനകത്ത്, അങ്ങനെ അങ്ങനെ ഓരോന്നോരോന്ന് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ നമുക്ക് എന്തായാലും ടൈം വേസ്റ്റ് ചെയ്യേണ്ട. ലെറ്റ്സ് ഡൈവ് ബാക്ക് ഇൻടു ഇറ്റ്. സുന്ദരിയെ ഇങ്ങോട്ട് നോക്കൂ, എന്തെയ്യാ? ഇഞ്ചിക്കറിക്ക് സെറ്റപ്പ് ആക്കി ചെയ്തോണ്ടിരിക്കുകയാണ്. ആ സുന്ദരി അടപ്രഥമൻ വെച്ചിട്ടാണ് അവിടെ പോയിരിക്കുന്നത്. ഓക്കെ ഗായ്സ്, ഇതെന്തത്? ഇത് കൂട്ടുകാരിക്കുള്ള പെപ്പർ വേണ്ടേ? പെപ്പർ പൗഡറാണ് വേണ്ടത്. കുരുമുളക് പൊടി, കുരുമുളക് പൊടി എന്ന് പറഞ്ഞ കുരുമുളക് വെച്ചോണ്ടിരുന്ന ഉപ്പിയുടെ കാര്യമല്ല പറഞ്ഞേ. അവനോട് വെച്ചേ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. അമ്പ തന്നില്ല എന്ന് പറയുന്നത്. ഇതൊരു കടലക്കറിയാണോ? അല്ല, കൂട്ടുകറി. സോറി, മാറിപ്പോയി. It's gonna be a North Indian കൂട്ടുകറി. നോർത്ത് ഇന്ത്യൻ പ്ലസ് മൂവാഴ്ചയിൽ ബംഗാളികൾ കൂടുതലായിട്ട്. നമ്മുടെ ക്യാബേജ് തോരനാണ് അവിടെ സെറ്റ് ആവണേ. ഓ, ക്യാബേജ് തോരൻ is like too much, I guess. ഞാൻ ഇത്രയും ക്യാബേജ് ഉണ്ടാവുന്ന പ്രതീക്ഷയില്ലാത്തത്. രസം എന്താണിത്? കൃഷ്ണൻ, ഇതൊരു വാട്ടർ സ്പെഷ്യൽ കൂട്ടുകറിയാണ്. ഓക്കെ, ഇത് അങ്ങനെയാണെങ്കിൽ കരിമ്പടി സ്പെഷ്യൽ ഈശ്വരണ്ണാക്ക്. സോ നമ്മളിത് ഫുള്ള് റെഡിയായി. നമ്മൾ ചെന്ന് കഴിക്കാൻ പോണേ. രാത്രിയാണ് കഴിക്കണേ. ഡിന്നറായിട്ടാണ് നമ്മൾ ഇന്ന് കഴിക്കണത്. ബിക്കോസ് നമ്മൾ ഈവനിങ്ങിലാണ് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മുടെ അടിപൊളി ഐറ്റംസ് എല്ലാം റെഡി ആയിട്ട് അവിടെ ഇരിക്കണ്ടേ. നമുക്ക് പോയി നോക്കിയാലോ. നിത്യ, വാട്ട് ആർ യു ഡൂയിങ്? Yeah, she's the server here today. വിശക്കുവാണോ? എന്തൊക്കെ നമ്മുടെ വിഭവങ്ങൾ പറയൂ. പപ്പടം, അച്ചാറ്, ഇഞ്ചിക്കറി, തോരൻ, അവിയൽ, കൂട്ടുകറി, ശർക്കര ഉരുട്ടി, ചിപ്സ്, ബനാന, പായസം, സാമ്പാർ, രസം, മോരുകറി. പിന്നെ ഇതിന്റെ എല്ലാം ഓർഡർ തെറ്റാണ്. മുളക്, പട്ടൽ മുളക് കൂട്ടുകറി. മൂവാറ്റിലെ സ്പെഷ്യൽ കൂട്ടുകറി ഉണ്ട്. പായസം ബൈ നിത്യനിർമ്മൽ, കൂട്ടുകറി ബൈ കാർത്തിയാന കൃഷ്ണൻ. ഓൾ അതർ ഡിഷസ് ആർ ബൈ അമ്മു അനന്ത. ഞാൻ ആദ്യം മോരുകറി കഴിച്ചു. ഓക്കെ, കൂട്ടുകറി എടുത്തു, ക്യാബേജ് ചോറിന് എടുത്തു, അവിയൽ എടുത്തു, ഇഞ്ചിക്കറി എടുത്തു. ഓക്കെ, ഞാൻ കൂടി കുടിക്കാൻ പോവാ. ഓക്കെ, എനിക്ക് എടുക്കാൻ പറ്റില്ല. ഇനി ഒരു ആരെ എടുക്കണ്ടേ? എങ്ങനെയുണ്ട്? നല്ലാണോ? നമ്മുടെ സാമ്പാറും കൂട്ടി ഒരു പിടി ചോറ്. അയ്യോ, നല്ല ചൂട്. അയ്യോ, ഞാൻ ശരിക്കും അവസാനം വരെ കഴിക്കുന്ന പറയാൻ വിചാരിച്ച സാമ്പാർ ഫ്ലോപ്പ് വന്നിട്ടോ. എനിക്ക് സാമ്പാർ നല്ല സാമ്പാറാണ്. പക്ഷെ എനിക്കാ സാധാരണ മസാല ഇട്ടില്ലാലും കുഴപ്പമില്ല. ഞാൻ ഒരു പ്രാവശ്യം ഇഞ്ചിക്കറി ഉണ്ടാക്കിയിട്ട്
ഇവന് അതുപോലെ നോർത്ത് ഈസ്റ്റ് കുറച്ച് ആൾക്കാര്. സാധാരണ എൻ്റെ എല്ലാ ഓണത്തിനും എനിക്ക് അവിടെ മലയാളീസ് ഫ്രണ്ട്സിലില്ല, ആരുമില്ല. കഴിഞ്ഞ മുന്നത്തെ ഓണത്തിന് ഗുജറാത്തീസ് രണ്ടിട്ടുണ്ടായിരുന്നു, അവർക്ക് ഓണസദ്യ കൊടുത്തു. കഴിഞ്ഞല്ല ഒരു ഡൽഹിക്കാരൻ ചെറുക്കനുണ്ടായിരുന്നു, അവന് ഓണസദ്യ കൊടുത്തു. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഓണസദ്യ മലയാളം അറിയാവുന്ന ആൾക്കാരെ വീട്ടിൽ കഴിക്കണം. എനിക്ക് ശരിക്കും സദ്യയിൽ ഏറ്റവും ഇഷ്ടം എന്താ പറയുക, അവസാനം എല്ലാം ഇട്ട് കുഴച്ച് നമ്മൾ തിന്നില്ലേ. എനിക്കാണെങ്കിൽ സദ്യ ചോറുണ്ടുമ്പോ തൊട്ട് പായസത്തിനോട് കൊതിയോട് കൂടി. നേരത്തെ എങ്ങനെയായിരുന്നു ഇപ്പൊ അറിയാം, പായസം കഴിക്കണമെങ്കിൽ ആദ്യം ചോറ് ഇത്ര തിന്നരുതെന്ന്. നേരത്തെ ആർത്തിയില്ല ഇത്രയും ഇത് വയറ് നിറച്ച് ചോറുണ്ട്, പിന്നെ പായസം കഴിക്കുന്ന സ്ഥലമുണ്ടോ. ഇന്നലെ പാതിരാത്രി ഒരുത്തിക്ക് ഞാൻ സദ്യയുടെ കാലറീസ് അയച്ചു കൊടുക്കട്ടോ. 1300 കാലറീസ് ആണ് ഒരു പ്ലേറ്റ് സദ്യ. ഇവക്കടെ ഒരു വിഷമാലോചിക്ക് ഉറങ്ങുന്നതിന് പകരം ഒരു സദ്യയുടെ കാലറീസ് അയച്ചു. മൈൻഡ് ചെയ്തില്ല. ഇവിടെ ഇതില്ല, ഞാൻ എല്ലാവരും കഴിച്ചു. കുറച്ച് ഇമോട്ടേഷൻ ഇരിക്കട്ടെ. എടി ഇന്ന് സദ്യ ഉണ്ടാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നവള് ഇന്നലെ രാത്രി കാലറി കൗണ്ട് എനിക്ക് അയച്ചു തരാ സദ്യയുടെ. ഞാനോ കണ്ടു, നിങ്ങളെ കാണാണ്ട് പോയി കഴിഞ്ഞാ. എങ്ങനെയുണ്ട് പായസം? എങ്ങനെയുണ്ട്? നല്ലല്ലേ? പൊടിയാ. All the dreams like tingle stars, the tingle stars like glowing gems. Aha, yeppo. എങ്ങനെയുണ്ടായിരുന്നു സദ്യ? സദ്യ അടിപൊളിയായിരുന്നു. സദ്യ കഴിച്ചു കഴിഞ്ഞ് ഉറങ്ങിയാൽ മതി. അതെ അല്ലേ? ഒരു ഹാപ്പി ഓണം. ഹാപ്പി ഓണം ഗൈസ്. ഹാപ്പി ഓണം. ഹാപ്പി ഓണം. അത് കണ്ടു, അത് കാർത്തികമണി കൃഷ്ണനും നിത്യാനിർമ്മലനാണ് അപ്പം രണ്ട് കയറിലായിട്ട്. യെസ് ഗൈസ്, ഒരു ഇതെല്ലാം കഴിച്ച് ഒരു ഒഴിഞ്ഞ പാവകളെ പോലെ പോവുകയാണ്. ഞാനിവിടെ ഇരിക്കുകയാണ്. എനിക്ക് വയ്യ, പറ്റില്ല, താഴെ വരെ പോകാൻ പറ്റില്ലായിരുന്നു. വേണ്ടതേ പോകും. എടുത്തു പോയി, അടുത്തോടെ പോയി വേണം അടുത്തോ. യെസ് ഗൈസ്, ഇത് പോകുന്നവർ നമുക്ക് റെഡ്, അവളങ്ങോട്ട് പോയി, മറ്റവൾക്ക് ഇവിടെ റെഡ്. എൻ്റെ ബാൽക്കണി വ്യൂ കണ്ടോ ഗൈസ്? ഇതാണ് എൻ്റെ ബാൽക്കണീൻ്റെ അവിടെ നിന്നുള്ള വ്യൂ. അപ്പോൾ നല്ലൊരു അടിപൊളി ഓണാഘോഷമൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ച് നമ്മൾ ഫ്രണ്ട്സൊക്കെ ഇവിടുന്ന് പോയി. നമ്മൾ ഏകദേശം പാമ്പിൻ്റെ പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ കിടന്ന് ഉറങ്ങണം, നാളെ ജോലിക്ക് പോകണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് തന്നെ പോയി കിടന്നുറങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഐ ഹോപ്പ് യു ഗൈസ് ഓൾസോ എൻജോയ്ഡ് ഓണം ലൈക്ക് ആസ്. അപ്പോൾ ശരി, ടാറ്റ ബൈ ബൈ. പട്ടി പുതിയ പട്ടിക്കുട്ടിയെ വാങ്ങിച്ചാണ്. When did you actually had him? Like the first month you had him? Only 2 months now, right? Yeah. നമ്മുടെ ബാക്കി ഓണ സെലിബ്രേഷൻ ആണ് ഇന്നത്തെ ഓണ സെലിബ്രേഷൻ. ഓണം അല്ലാത്തതുകൊണ്ട് നമ്മൾ ഇറച്ചി, മീന്, ബീഫ് ഒക്കെ ഉണ്ട് കേട്ടോ. മീനില്ല, ബീഫുണ്ട്, ചിക്കൻ ഉണ്ട്, സാമ്പാർ, രസം എല്ലാം അതുകൊണ്ട് നമ്മുടെ കൂടെ താമസിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കൂടി കഴിച്ചു പോണം. അവരെ പട്ടിക്കുട്ടനാണിത്, ഗ്രിഫിൻ. So let's see how they are going to enjoy the fun. Griffin! He likes to play with it, right? Did you like Kerala Sadhya? Actually? Was it spicy for you? Not that much spicy. Yeah, did you guys like the food? Okay. Thank you so much.